ഈ ഒരു ക്ഷേത്രത്തെ മാതൃകയാക്കി ഇന്ത്യയിലെ പഞ്ചായത്ത് രാജ് സംവിധാനത്തിൽ ചില മാറ്റങ്ങൾ വന്നത്രേ. പണ്ട് തമിഴ്നാട്ടിലെ പരാന്തക ചോളന്റെ ഭരണകാലത്ത് ഈ ക്ഷേത്രത്തിൽ ജനാധിപത്യത്തെ സൂചിപ്പിക്കുന്ന ലിഖിതങ്ങൾ കണ്ട് ഗ്രാമവാസികളെന്ന് സ്വന്തം പ്രതിനിധികളെ തിരഞ്ഞെടുക്കാൻ അനുവദിക്കണമെന്ന് രാജാവിനോട് അഭ്യർത്ഥിക്കുകയും അങ്ങനെ കുടവോലെ ഇന്നത്തെ ബാലറ്റ് സംവിധാനത്തോട് സാമ്യമുള്ള വോട്ടിംഗ് രീതി വരികയും ചെയ്തു. പനയോലയിൽ എഴുതിയ ഒരു കലത്തിൽ വെച്ച് വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംവിധാനത്തെ കുടവോല എന്ന പേര് വിളിക്കുന്നു. അത് മാത്രല്ല കേട്ടോ, കടമകൾ നിറവേറ്റിയില്ലെങ്കിൽ സ്ഥാനാർത്ഥിയെ തിരിച്ചു വിളിക്കാനുള്ള അധികാരം അന്ന് ജനങ്ങൾക്കുണ്ടായിരുന്നു. എന്ത് മനോഹരമായ ആചാരങ്ങളല്ലേ! പൈതൃക സ്മാരകം കൂടിയായ ഈ ക്ഷേത്രം രാജീവ് ഗാന്ധി ഇന്ത്യൻ പ്രധാനമന്ത്രി പദവി കാലത്ത് സന്ദർശിക്കുകയും ഈ ലിഖിതങ്ങളും കുടവോല സിസ്റ്റത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഗ്രാമങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സംവിധാനമായ പഞ്ചായത്ത് രാജ് മെച്ചപ്പെടുത്താൻ അദ്ദേഹം തീരുമാനിച്ചു. ദ്രാവിഡ ശില്പങ്ങളുടെ ആദ്യ മാതൃകയായിട്ടാണ് വിരോച രാജാവിന്റെ വിഷ്ണു ഭക്തരായ മക്കൾ നടത്തിയ യജ്ഞത്തിൽ വൈകുണ്ഠനാഥനായി വിഷ്ണു ഭഗവാൻ ജനിച്ചു എന്ന് പറയുന്ന ഈ ക്ഷേത്രത്തെ കരുതുന്നത്. 108 ദിവ്യദേശങ്ങളിൽ ഭൂരിഭാഗം ഇന്ത്യയിൽ അന്ന് പറയപ്പെടുന്നു. അതിൽ തമിഴ്നാടിന് മാത്രം 84 എണ്ണം ഉണ്ട്. അതിലൊരു ക്ഷേത്രമാണ് മനോഹരമായ കൊത്തുപണികളുള്ള, കല്ലിൽ മാത്രമല്ല ചെളിയിൽ ഭൂരിഭാഗവും നിർമ്മിച്ച, അത്ഭുതമായി നിലകൊള്ളുന്ന പല്ലവ രാജാവായ നന്ദിവർമ്മൻ രണ്ടാമൻ നിർമ്മിച്ച തമിഴ്നാട്ടിലെ ഈ വൈകുണ്ഠ പെരുമാൾ ക്ഷേത്രം.